അപ്പം നമ്മളിന്ന് ബട്ടർ ചിക്കൻ ഫ്ലോപ്പാ പാളിപ്പോകുന്ന ബട്ടർ ചിക്കൻ എങ്ങനെ ബട്ടർ ചിക്കൻ പാളാതെ ഉണ്ടാക്കണമെന്ന് പാളിപ്പോയ ബട്ടർ ചിക്കൻ ഉണ്ടാക്കി ശൈലി നമുക്ക് കാണിച്ചു തരും. അല്ല ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പം കൊള്ളാവോ കൊള്ളത്തില്ലെന്നല്ല ഒരു നല്ല വാക്ക് പറയാം. ഇത് എന്തിനായാലും ചേട്ടനും അനിയനൂടെ പറയും കൊള്ളത്തില്ല. ചിരി വരുന്നത് ബട്ടർ പിന്നെ ചിക്കൻ കണ്ടോണം വാശി ഒന്നും അല്ല. ബട്ടർ ചിക്കൻ എല്ലാം മേടിച്ചോ? ബട്ടർ ചിക്കൻ ബട്ടറൊക്കെ ഉണ്ടോ? അല്ല, ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയാലും ബട്ടർ അല്ലാത്ത ചിക്കൻ ഉണ്ടാക്കിയാലും ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റ്. പിന്നെ എന്തിനാ നീ വിളിച്ചത്? ഞാൻ തന്നെ അങ്ങ് പറഞ്ഞു. അപ്പൊ നമുക്കിന്ന് ബട്ടർ ചിക്കൻ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. ബട്ടർ ചിക്കൻ സെറ്റ് നോക്കിക്കൂ. ഇപ്പം കൊള്ളത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. ബട്ടർ ചിക്കന് 1 കിലോ അണ്ടിപ്പരിപ്പ് അവിടെ നില്ല പോ ബാബാ. വേണ്ടേ ഒരു 3/4 കിലോ കാണും. ഇല്ലില്ല 1 കിലോ ഒന്നും ഇല്ല. ഈ നേരത്തെ ഇട്ടേക്കോ. വേണ്ട ചിക്കൻ എടുത്ത് കേട്ടോ. ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനാ. ഒരു ശകല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു നാരങ്ങയുടെ നീര്. എന്തോന്നിരിക്കുവോ? ഇത് ഉണ്ടാക്കുന്ന കാണുമ്പോൾ നമുക്ക് ഒരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ചെയ്യരുത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തൊക്കെ ചെയ്യരുത് ഒരു നല്ലൊരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ? ഒരു 2 സ്പൂണ് കാശ്മീരി ചില്ലിയാ കേട്ടോ. ഉപ്പ്, ഇത് എല്ലാം കൂടി ഇട്ടൊന്ന് പുരട്ടണം. എന്നിട്ട് നമുക്ക് വറക്കാം. അതാകുമ്പോൾ ഫ്ലോപ്പ് ആവുന്നില്ല. ചിക്കൻ്റെ കാലെടുത്ത് ഞാൻ വാങ്ങിക്കത്ത് ഊത്തി കയറ്റും കേട്ടോ. ഇത് നമുക്ക് ഇതൊന്ന് വറുത്താലോ? അല്ലേ ഇന്ന് നമുക്ക് ഗ്രില്ല് ചെയ്താലോ? കുറച്ചും കൂടെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് ഫ്രിഡ്ജിനകത്ത് മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ നമ്മൾ ഇങ്ങനെ മസാല പിടിക്കാൻ വേണ്ടി വെക്കണം. അത് വെച്ചിട്ട് നമുക്ക് അടുത്ത സവാള എല്ലാം അരിയാം. എന്താ അടുത്ത ആള് വന്ന് എന്തുവാ ഒരു പണിയില്ല കുറെ എണ്ണത്തിന്. തിന്നുമ്പോഴേ ഇച്ചൂടെ താന്ന് പറയരുത്. നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അടിപൊളിയായിട്ടുണ്ടാവും. അത് പോരായോ? വേണ്ട കൊടുത്തേരാ. ബട്ടർ മേടിച്ചോണ്ട് വന്ന അപ്പോൾ അതിന് ഒരു 4 സവാള അല്ലെ 3 സവാള മതി. ഒരു 3 പച്ചമുളക്, ഒരു 5 തക്കാളിക്ക. ഇത്രയും സാധനങ്ങൾ വേണം. ആദ്യം നമുക്ക് ചിക്കന് ബട്ടറിനകത്ത് വറുത്ത് കോരാം. ബട്ടർ ഇല്ലാതെ എങ്ങനെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം? ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ ബട്ടർ മേടിച്ചില്ല. രണ്ടാമത് കൊണ്ടുവന്നേ നെയ്യ് കൊണ്ട് വന്നേക്കുന്നത് ബട്ടർ ചിക്കൻ. നെയ് ചിക്കൻ ഒരു കുറെ പറയും. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ മാറിക്കാൻ മനെ ഇച്ചിരി കൂടെ നീ കണ്ടോ? അത് ഒത്തിരി ആയി കണ്ടോ? ഞാൻ പറഞ്ഞില്ല. അപ്പം ബട്ടർ ഇട്ട് ചിക്കൻ വറക്കാൻ പോവാ. ശരി, അപ്പൊ ഇത്ര എടുത്ത കാര്യം കുറച്ച് ചിക്കൻ വറുത്ത ഇപ്പൊ തിന്നാല്. ഇത് കൂടുതൽ വേവിച്ച് തരുന്നില്ല. ഇപ്പം കാണത്തില്ല തൊട്ട. കൊള്ളാം. അത് അവിടെ കിടന്ന് മൂക്കട്ടെ. മാറുമോനെ ഇളക്കണ്ട. ഞാൻ ചട്ടമംഗലം വരെ പോവാണ് ഗൈസ്. എന്തോ ഉണ്ടാക്കുന്ന അറിയാവോ? അപ്പൊ ഇറച്ചി വറുത്ത് നമ്മള് കോരി. അസിനൊരു പാചകക്കാരൻ. ആരുടെയും തോർത്തോ അല്ലിച്ചന്റെ എന്തോ ഉണ്ടാക്കുന്ന അറിയാവോ? നെയ് ചിക്കൻ. വേണ്ട ആ ബട്ടറിനകത്ത് നമ്മള് പിന്നെ എന്തുവാ ചിക്കൻ വറുത്ത് കോരി. ഇപ്പൊ അടുത്തത് വേണ്ട. അടുത്ത ശകലം ബട്ടർ ഇട്ട് സവാള നമ്മൾ കുറച്ചേ എടുത്തുള്ളൂ ഇറച്ചി കേട്ടോ. വൈകുന്നേരം വാന്നും പറഞ്ഞുകൊണ്ട് ഇവന്മാർ കുറച്ചങ്ങ് മാറ്റിച്ച് വറുത്ത് തിന്നാവുന്നു. 2 സവാള ഇങ്ങോട്ട് നോക്ക്. 2 സവാള, 2 പച്ചമുളക്, ശാല ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്. എന്തെങ്കിലും ഒന്ന് മിണ്ടുവോ? വാ തുറന്ന് മസാലക്കൂട്ടൊക്കെ ഇട. ഒരു
10-20 എണ്ണം കാണും. ഞാൻ കൊണ്ടുവന്ന് വെച്ചതായിരുന്നു. ഇപ്പം തന്നെ ഇത്രയായി. എടുത്തവരാരുമില്ല. അവന്മാർ ഉണ്ണി ശ്രീകുട്ടനും നന്ദുവും കൂടെ. ഞാൻ നിന്നൊന്നുമില്ല, ഞാനാകെ ഇത് മാത്രമായിരുന്നു. ഇതിനകത്തോട്ട് ഇട്ടായിരുന്നോ? ഭർത്താവ് എന്നാ കുഴപ്പമില്ല, നമ്മള് തിന്നോ? അത് തീർന്നു മോനെ, അത് ഒന്നുമില്ലായിരുന്നു. ഇല്ല ഇട്ടോ, നാരങ്ങ വെള്ളമാ, നാരങ്ങയുടെ നീര. നമ്മളെ കുറ്റം. പിന്നെ അപ്പം സവാള, പച്ചമുളക്, പിന്നെ ഇത് നണ്ടിപ്പരിപ്പ്, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളിയും പേസ്റ്റ് ഇതിനകത്തോട്ടിട്ട്. പാചകക്കാരനല്ലേ വന്നാട്ടെ. ഇത് എന്തുവാന്ന് പറ. ബട്ടർ ചിക്കൻ കേട്ട് കാണും, അതാ മോനെ. എന്നാ എങ്ങനെ? എല്ലാവർക്കും ഉണ്ടോ ഇത്? ഇല്ലില്ല, ഇവന്മാർ എന്നോട് അങ്ങ് മാറ്റി കുറച്ച്. ഞാൻ കുറച്ച് എടുത്തുള്ളൂ. 1/2 കിലോ ഉണ്ടത്. ഇതോ? അത് 1/2 കിലോ ഒന്നുമില്ല, 1/2 കിലോ ഇല്ല, 400 ഗ്രാം കാണും. ഇതോടാ 1/2 കിലോ ചിക്കൻ അത് വറുത്ത് കോരിയപ്പോ അത്രേ ഉള്ളു. കുഞ്ഞു എല്ലാം ഉണ്ട് അതിനകത്ത്. 1/2 കിലോ ഉണ്ട് എന്താ പറഞ്ഞാലും. ഇത് ഒരാൾക്ക് കഴിക്കാനുള്ളതേ ഉള്ളല്ലോ. അത് സാരമില്ല. ലഘുവായിട്ട് ടേസ്റ്റ് ചെയ്യും. ഇത് ഒരുമാതിരി ഒരു മൂത്ത് റോസ്റ്റ്. ഇതിനകത്തോട്ട് നമ്മുടെ തക്കാളി അങ്ങോട്ട് ചേർക്കുക. തക്കാളി ഏറെ വേണം കേട്ടോ. തക്കാളിയാണെന്ന് തോന്നുന്നു ബട്ടർ ചിക്കന്റെ മെയിൻ അല്ലേ? ബട്ടറും തക്കാളിയാ മെയിൻ. പിന്നെ നമ്മൾ കടന്ന് മേടിക്കുന്നതിനകത്തൊന്ന് ബട്ടർ ഇതെന്തോ തക്കാളി കിട്ടാറുണ്ടോ? ഇല്ല, ഇതിപ്പം പേസ്റ്റ് ആക്കും. അവര് സോസ് പോലെ ആക്കും ഇപ്പം. പെരുവെള്ളം ചൂടാക്കി കുടിക്കണം. നമ്മൾ തക്കാളി വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ഇതിനകത്ത് ഒഴിക്കാനായിട്ട് തിളപ്പിക്കണം. ഇതായിട്ട് തിളപ്പിക്കാൻ വെച്ചേ. 2 കപ്പ് വെള്ളം 2 മിനിറ്റ് കൊണ്ട് തിളയ്ക്കുന്നതാണ്. ഇവിടെ തിളച്ച്. ഇപ്പം നമ്മുടെ തക്കാളി ഇതെല്ലാം ഒരുമാതിരി വേണ്ടി ഈ പരുവത്തിൽ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമ്മുടെ തക്കാളിയോ 1 സ്പൂണ് 1.5 സ്പൂണ് മുളക് പൊടി, അതായത് കാശ്മീരി ചില്ലിയാണ് ഇത് കേട്ടോ. കാശ്മീരി ചില്ലി ആകെ ഇത്ര ഉണ്ടാക്കുന്നുള്ളു. ഇവര് പറഞ്ഞു ഉണ്ടാക്കണ്ടെന്ന്. അവർക്ക് പേടി. ശ്രീകുട്ടൻ എടുത്തേണ്ട ഇളക്കി. ചിക്കൻ തന്നെ ഇതിനകത്തോട്ട് ഒരു ശകലം ഗരം മസാലപ്പൊടി. ഇത് ഞാൻ ഇവിടെ ഇടിച്ചുണ്ടാക്കിയതാ. ഗരം മസാല, മുളക് പൊടി, ഒരു ശകലം ഇതിനുള്ള ഉപ്പ്. സോസ് പരിപാടിയല്ലേ? വെള്ളം കൂടെ തിളച്ച് നിർത്തിയതാ. അപ്പം ഇതിനകത്തോട്ട് നമ്മൾ ആ വെള്ളം തിളച്ച് വെച്ചേക്കുന്നില്ലേ, ആ വെള്ളം കൂടെ ഒഴിക്കുക. ഒരു 10 മിനിറ്റ് അടച്ച് വെക്കുക, വേവട്ടെ. വേണ്ട, ഒരു 15 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് വേവിച്ച്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇറക്കി വെക്കാം. ഇറക്കി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ചിക്കൻ ഇടണമല്ലേ? നല്ലോണം തണുക്കണം. തണുത്തിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിനകത്തിട്ട് അടിക്കണം. നല്ലോണം പേസ്റ്റ് പരുവത്തി ആക്കിയെടുക്കണം. തണുക്കട്ടെ കേട്ടോ. നമ്മുടെ ഈ പേസ്റ്റ് തണുത്തിട്ടുണ്ട്. നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ടാക്കാം. എന്നിട്ട് ഈ തവ കഴുകൊന്നും ചെയ്യരുത്. ഇതിനകത്തോട്ട് സെറ്റാക്കാം. അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റിംഗ് കിട്ടും. ഞാൻ വീട്ടിൽ 5 തവണ വെച്ചിട്ടുണ്ട് ബട്ടർ ചിക്കൻ ഒറ്റയ്ക്ക്. അതിങ്ങനൊന്നുമല്ല, ഞാൻ വെറൈറ്റി എന്റെ ഓഹോ, നീ എനിക്ക് പറഞ്ഞു അതുകൊണ്ട് സമാധാനമുണ്ട്. കൊള്ളത്തില്ലേലും കൊള്ളത്തില്ലേ എന്റെ തലക്ക് അടിക്കല്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. അപ്പൊ നമ്മുടെ പേസ്റ്റ് രൂപത്തിലായി വന്നിരിക്കുന്നു. കണ്ട, നമ്മുടെ ആ പാത്രം തന്നെ നമ്മൾ വീണ്ടും വെച്ച് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ ഒന്ന് വെക്കുക. നേരത്തെ നന്ദപ്പന ചെയ്തിട്ടുണ്ടെന്ന് 4-5 പ്രാവശ്യം. കണ്ട, നമ്മുടെ പേസ്റ്റ്
ഇതിനകത്ത് ചിലരാണെങ്കിൽ ഒഴിക്കും. അരിക്കേണ്ട കാര്യമില്ല, കാരണം നല്ലോണം അരഞ്ഞിട്ടുണ്ട്. കണ്ടോ, നമ്മള് വേവിച്ച സാധനം തന്നെ നമ്മൾ അരച്ചെടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ അതിനകത്ത് അരിക്കാനിരിക്കും. ടെങ്കു പറയുന്നത് കേട്ടോ അരിച്ചെടുക്കണമെന്ന്. ഓരോരുത്തരും വെക്കുമ്പോ ഓരോരുത്തരുടെ രീതി ഉണ്ടല്ലോ, നമ്മളങ്ങ് അരിക്കുന്നില്ല, കഴിഞ്ഞില്ലയോ. ഇതിപ്പം ചൂടായി വന്നിട്ടുണ്ട്. വേണ്ടേ, ഇതിനകത്തോട്ട് നമ്മൾ ചൂടായി, കണ്ടോ, ചൂടായി. ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇടുക. ഇതിനകത്തോട്ട് കറക്റ്റ് തിക്നെസ് ആയിട്ടേക്കുന്ന ഈ ഒരു കട്ടി വേണം. വേണ്ടേ, തക്കാളി സോസ് കൂടെ ചേർക്കുക. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നല്ലപോലെ മിക്സ് ആക്കണം സോസ്, എല്ലായിടത്തും ചെല്ലത്തില്ല. ഇതിനകത്തോട്ടൊരു ശാഹുല കസ്തൂരി മേത്ത, ഇത് ചിലർ ചൂടാക്കി പൊടിച്ച് ചേർക്കുന്നവരുണ്ട്. നമുക്ക് കണ്ട ശകലം ഒരു ഗാർണിഷിന് വേണ്ടി ശകലം ഇട്ടാൽ മതി. ശകലം ഉണ്ടല്ലേ ഇറച്ചി. കസ്തൂരി മേത്ത, ഫ്രഷ് ക്രീം, ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. വേണ്ട, ഫ്രഷ് ക്രീം. ഇടും. ഇത് വയ്ക്കുമ്പോഴാണ് മെയിനായിട്ട് മധുരം വരുന്നത്. ഒരു ശകലം ബട്ടർ ഇട്ടിട്ട് ഇളക്കി കൊടുക്കും. തീ വേണമെങ്കിൽ അങ്ങോട്ട് കൂടി വെച്ചു. കുറ്റം പറയാൻ ആൾക്കാർ ഓടി വരും. എന്നാലും നമ്മുടെ വീട്ടിൽ നമ്മൾ തിന്നും. ആര് കുറ്റം പറയാനും കൊള്ളത്തില്ലേലും കൊള്ളാമെങ്കിലും നമ്മൾ തിന്നും. ചിക്കൻ ആയിട്ട് നമ്മൾ വേസ്റ്റ് ആക്കത്തില്ല. അല്ല, ഇവന്മാർ ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞു ഇന്ന് എല്ലാം കളയുമെന്ന്. നമ്മള് പറഞ്ഞ പോലെ നടന്നില്ലയോ? ബട്ടർ ഇല്ലാതെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വന്നേക്കുന്നത്, ബട്ടർ ഇല്ലാതെ. പിന്നെ നമ്മൾ രണ്ടാമതുമായി ബട്ടർ മേടിച്ചു കൊടുത്തു. നമുക്ക് 2 പാലപ്പവും നമ്മുടെ ബട്ടർ ചിക്കനും കൂടെ ഒന്ന് നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതുകൊണ്ട് ഷാപ്പിലെ കറിയും നാവിലെ രുചിയായിട്ട് വന്നിരിപ്പുണ്ട്. ബട്ടർ ചിക്കനും പാലപ്പവും ഒരെണ്ണം ഉണ്ടാക്കി വെച്ച് ഒരെണ്ണം കൂടായിട്ട് എങ്ങനെയുണ്ട്? അടിപൊളി. സമയം ഇപ്പൊ എത്രയായി നോക്ക്. സമയം നോക്ക്, 5:30, വൈകിട്ട് 5:30. വെളുപ്പിന് 5:30 ആയിരിക്കുന്നു. വെളുപ്പിനെയോ? തട്ടുകട ഓപ്പൺ. അപ്പൊ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു. രാധാകൃഷ്ണൻ കിടങ്ങിൽ. ടേസ്റ്റ് ഖത്തറി വെച്ച് കഴിച്ചിട്ടുണ്ട്, ഇപ്പഴാ ഇത് ഓർമ്മ വന്നു. എന്ത് ബട്ടർ ചിക്കനോ? ഞങ്ങള് ഖത്തർ വിട്ടൊരു കളയുമില്ല. ഇല്ലടാ, അതല്ല, ഇത് ഞങ്ങളുടെ അവിടെ ക്യാമ്പിലില്ല, നമ്മുടെ താമസിക്കുന്നൊക്കെ ഉണ്ടാക്കുക. എന്ത് വേണേലും അണ്ണം കഴിച്ചിട്ടൊന്നു നല്ലതാണോ ചീത്തയാണോ എന്ന് അത് ഇറങ്ങട്ടെ, എന്നിട്ട് പറ. എന്തായാലും ആദ്യമായിട്ട് നമ്മൾ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് അപ്പം നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ആക്കാം. അപ്പൊ നമ്മുടെ ബട്ടർ ചിക്കൻ അടിപൊളിയായിരിക്കുന്നു. സത്യം ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, ഞാൻ ഇത്രയും വിചാരിച്ചു, ഇവന്മാരെന്നെ കളിയാക്കി. നമുക്ക് ഉണ്ണിച്ചേട്ടൻ ശ്രീചേട്ടൻ ഇവിടെ ഇല്ല, വരുമ്പോ നമുക്ക് കൊടുക്കാം. അപ്പം അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും കാണാം.